ഒരു പ്രതിപത്തി ഒന്നുമില്ല. എന്ത് പ്രതിപത്തി? പ്രതിബദ്ധത. പ്രതിപത്തി പ്രതിബദ്ധത. പ്രതിബദ്ധതയല്ലേ? പ്രതിപത്തി മലയാളം. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു ഇന്റർവ്യൂയുടെ ഭാഗമാണ് നിങ്ങൾ കണ്ടത്. അവിടെ ചോദ്യകർത്താവും അതുപോലെ തന്നെ ഉത്തരം പറയുന്ന ആളും ഇവർ രണ്ടുപേരും പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രതിപത്തി പ്രതിബദ്ധത, പ്രതിപത്തി പ്രതിബദ്ധത. ഇതിലേതാ കറക്റ്റ്? ഇത് കാണുമ്പോൾ നമുക്കും ഡൗട്ട് അടിക്കും അല്ലെ? എന്നാ PSC പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ട് നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടാവണം. കാരണം നമ്മുടെ ചോദ്യപേപ്പറിൽ വരാറുണ്ട്. അതുപോലെ ഇതിനോട് സമാനമായിട്ടുള്ള മറ്റു കുറച്ച് പദങ്ങളും മാറിപ്പോകാനുള്ള പദങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ നോക്കാം. പ്രതിബദ്ധതയാണോ പ്രതിപത്തിയാണോ ഇവിടെ യോജിക്കുന്നത് അല്ലെ? പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെന്റ് ആണ്. കമ്മിറ്റ്മെന്റ്, അതായത് ഒരു കാര്യത്തോടോ ആശയത്തോടോ പ്രസ്ഥാനത്തോടോ ഉള്ള ആത്മാർത്ഥമായ ഉത്തരവാദിത്ത ബോധത്തെയാണ് പ്രതിബദ്ധത എന്ന് പറയുന്നത്. പ്രതിപത്തി എന്ന് പറഞ്ഞാലോ സ്നേഹം, ബഹുമാനം, താല്പര്യം, പ്രശസ്തി, ഇത്രയും അർത്ഥങ്ങൾ പ്രതിപത്തിക്കുണ്ട്. അപ്പൊ എനിക്ക് ആരോടും പ്രതിപത്തി ഇല്ല എന്ന് പറഞ്ഞതിൽ തെറ്റുണ്ടോ? ഇല്ല. അപ്പൊ അവതാരകന് വന്നേക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ് അത് എന്ന് നമുക്ക് പറയാം. അപ്പൊ മലയാളത്തിലെ രണ്ട് പദങ്ങളും ഉണ്ട്. ഈ രണ്ട് പദത്തിന്റെയും അർത്ഥം രണ്ട് തരത്തിൽ വ്യത്യാസപ്പെട്ടു ഇരിക്കുന്നുണ്ട്. ഇതുപോലെ PSC ചോദിക്കുന്ന മാറിപ്പോകുന്ന ചില പദങ്ങളെ നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേത് അനുവാചകനും അനുവാദകനും. അനുവാചകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കേൾക്കുന്നവനാണ്. അനുവാദകനാണെങ്കിൽ പിന്താങ്ങുന്നവൻ. അനലനാണെങ്കിൽ അഗ്നിയാണ്, അനിലനാണെങ്കിൽ കാറ്റാണ്. അതിന് അതുപോലെ അളിയാണെങ്കിൽ വണ്ടാണ്, ആളിയാണെങ്കിൽ തോഴിയാണ് എന്നർത്ഥം. ഇനി അങ്കുലി, അങ്കുലി പരിമിതം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വിരൽ, വിരലിൽ എണ്ണാവുന്നത്. അങ്കുലീയമാണെങ്കിലോ നമ്മുടെ ശകുന്തള ദുഷ്യന്തനെ കാണാൻ പോകുമ്പോ അങ്കുലീയം കളഞ്ഞുപോയ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്കുലീയം എന്ന് പറഞ്ഞാൽ മോതിരം, മോതിരം. ഇനി അടുത്ത നോക്കിക്കേ, അതിഥി. തിഥി നോക്കാതെ വരുന്നവൻ ആരാ? വിരുന്നുകാരനാണ്. എന്നാൽ അതിഥി ആണെങ്കിലോ ദേവമാതാവ് അല്ലെങ്കിൽ കാലൻ എന്ന അർത്ഥമുണ്ട്. ഇനി അചിരം, അചിരം എന്ന് പറഞ്ഞാൽ ക്ഷണികം. അടുത്തത് അചിരമാണെങ്കിൽ മുറ്റം. ആദി, ആദി നിനക്ക് എന്തൊരാദിയാ എന്ന് നമ്മൾ പറയൂലേ? രണ്ടാദികളുണ്ട്. ഒരാദിയാണെങ്കിൽ ആദ്യവും മറ്റൊരാദിയാണെങ്കിൽ ആകുലത. ഉദകം, ഉദകം ചെയ്യുക, വെള്ളം. അതുപോലെ ഉടജമാണെങ്കിൽ ആശ്രമം. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ PSCയിൽ വരാറുണ്ട്. അപ്പൊ ഉറപ്പായിട്ട് മാറിപ്പോകാതെ പഠിച്ചു വെച്ചോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.